ബ്രോയ്ക്ക് ഹാഷ്ടാഗ് ഇട്ട് അവിടെ ഇരിക്കാന്നേ ഉള്ളൂ. സിദ്ധാർത്ഥ് ബ്രോ നേരെ പോയിട്ട് ബാബുവിനോട് പറ സിറ്റി കയറാൻ. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? അവൻ്റെ വീട്ടിലെ ബിസിനസ്സും കാര്യങ്ങളാണ് പ്രയോറിറ്റി. അത് അവൻ ഏറ്റെടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെയ്യണം. അല്ലാതെ അവൻ ബ്രോയ്ക്ക് റവന്യൂ കിട്ടുന്നവരല്ല അച്ഛൻ്റെ ബിസിനസ് ഏൽപ്പിച്ച ബ്രോ എന്ത് ചെയ്യും? അത് ഇതാക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റുമോ? അവൻ ചെയ്തേ പറ്റുള്ളൂ. ഹലോ 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 ഇതിലെങ്ങനെ സിറ്റുവേഷൻ എടുക്കും? അതാണ് ഞാൻ എന്റെ ചോദ്യം ഗൈസ്. ഇതിലെങ്ങനെ സിറ്റുവേഷൻ എടുക്കും? എടാ കേക്കാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിലെങ്ങനെ സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന്. ഈ സിറ്റുവേഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേസ്. ഇത് നടക്കൂല കേസ്. കേസ് വി സിയിലിരുന്ന് കളിക്കാനൊന്നും പറ്റൂല കേസ്. നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ മണ്ടത്തരമൊന്നും. വി സിയിലിരുന്ന് എങ്ങനെ കളിക്കാനാ? വി സിയിലിരുന്ന് കളിക്കാനൊന്നും പറ്റൂല. സിറ്റിയിൽ ഒടുക്കത്തെ പി അല്ല. ബ്രോ ട്രിക്കി അപ്ഡേറ്റ് പ്ലീസ്. ട്രിക്കി ജോലിക്ക് പോയി ബ്രോ. ട്രിക്കി ജോലിക്ക് പോയി. ട്രിക്കി ദുബായില് ജോലിക്ക് പോയേക്കാണ്. അവനും ഇപ്പോഴേക്കും വരുമില്ല. ഹലോ എടാ കേക്കാവോ ആർക്കെങ്കിലും? റേഡിയോയിലുള്ളവർക്ക് അടുത്തേക്കുന്ന ആർക്കെങ്കിലും കേക്കാവോ? പ്രശ്നമില്ല. ഹലോ 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 കേക്കാവോടാ റേഡിയോയിൽ ആർക്കെങ്കിലും? ഇതിലെങ്ങനെ സിറ്റുവേഷൻ എടുക്കുമെന്ന? സുധീഷ് മനോഹരൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ബ്രോ. സ്ട്രീം എക്സലാൻഡിസ് വി സിയിലിരിക്കാം ബ്രോ. സിറ്റിയിൽ പി അല്ല ബ്രോ. സിറ്റിയിൽ പി അല്ല. 20% പി എല്ലിൽ എങ്ങനെ കളിക്കും ഒരു മനുഷ്യൻ? ഇവരാരും വി സിയിലും വരുന്നില്ല. പി എൽ 20 കേസ്. 17 അല്ല 20 പി എൽ ആയി. എന്ത് ചെയ്യാനാ? ട്രിക്കി ഡിമെൻസിറ്റിയിൽ വരുന്നുണ്ടല്ലോ. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. എന്റെ അടുത്ത് പറഞ്ഞ കാര്യമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ ബ്രോ. എന്റെ അടുത്ത് പറഞ്ഞ ഇതുവരെ കത്തി പോയില്ല. അല്ല നിങ്ങളല്ലേ കത്തി. ഞാൻ എന്താ സിറ്റി കിടന്ന് ഓടി കളിക്കണ? എന്താ ഇഷ്യൂ ഇത് ആക്ച്വലി ഇപ്പൊ 2 ദിവസമായിട്ട്? ഇത് ഈകളെ നമുക്ക് നമ്മുടെ ഹോസ്റ്റ് ഇല്ലേ, നമ്മുടെ ഹോസ്റ്റിന്റെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ. നമുക്ക് കമ്പ്യൂട്ടറിൽ നെറ്റ് ഉള്ളതുപോലെ ഹോസ്റ്റിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ഇത്രയും പ്ലേയേഴ്സ് കണക്ട് ചെയ്യും, റിസോഴ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 1 GB ആണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്. നമ്മുടെ ഇതിന് മുന്നത്തെ ഹോസ്റ്റിൽ ആ സാധനം പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇന്നലെ വേറെ പുതിയ ഹോസ്റ്റ് എടുത്തു. അത് ഇന്ന് കിട്ടി. നമ്മൾ ഇന്ന് പുതിയ ഹോസ്റ്റിലാണ് ഓടുന്നത്. അതിനും ഈ ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂ കാരണം ഈ പറയുന്ന പോലെ ഇത്രയും ഒരു 300 പ്ലേയേഴ്സ് വരെ ഓക്കെ. 300 പ്ലെയർ എത്തി കഴിയുമ്പോൾ ബാൻഡ് വിഡ്ത്ത് പീക്ക് അടിക്കുക. മനസ്സിലായോ? അതിന്റെ ഇതിന് വേണ്ടിയിട്ട് അവൻ അത് റീസ്റ്റാർട്ട് ചെയ്ത് റീബൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പം അപ്പൊ വോയിസ് ഇഷ്യൂ വരുന്നത്. അപ്പൊ നാളെ നമുക്ക് ഇനി വേറെ സർവർ എടുത്തിട്ട് വോയിസ് സെപ്പറേറ്റ് ഹോസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് വോയിസ് ഇഷ്യൂ ഫിക്സ് ആവുമെന്ന് തോന്നുന്നു. അല്ല വോയിസ് ഇഷ്യൂ മാത്രമല്ല പി എൽ ഉണ്ട് ഇവിടെ. ഇത് ഫിക്സ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഒരു 300 സ്ലോട്ട് അങ്ങ് ലോക്ക് ചെയ്താൽ മതി. അതായത് 300 മേളിലോട്ട് ആള് കയറാത്ത രീതിയിൽ ലോക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് 400-450 പറ്റത്തില്ല. ഇപ്പൊ 300 പേരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ പി എൽ കുറയ്ക്കാൻ എന്ത് ചെയ്യണ്ടേ? പി എൽ കുറയ്ക്കാൻ നമ്മള് നെറ്റ്വർക്ക് പ്രൊവൈഡറിനോട് നെറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവനത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വോയിസ് നമുക്ക് സെപ്പറേറ്റ് ഒരു വേറെ സെർവർ ഹോസ്റ്റ് ചെയ്യാം. അപ്പം വോയിസ് ബ്രേക്ക് വരത്തില്ല. ഇപ്പൊ രണ്ടും എല്ലാം ഒരു സെർവർ ആയതുകൊണ്ടായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു. അപ്പോഴാണ് നീ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ കയറി. അല്ല ഇത് കേറിയിട്ട് കാര്യമൊന്നുമില്ല. ഒന്നും ആർക്കൊന്നും കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഹലോ റേഡിയോ ആർക്കെങ്കിലും കേൾക്കാവോ? ഹലോ ഇല്ല ഒരു റെസ്പോൺസ് ഇല്ല. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മുടെ ഡ്രസ് പാക്ക് അപ്ഡേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പം എല്ലാവർക്കും ഡ്രസ്സും കൂടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുക. അത് വേറൊരുത്തല്ല. ഇതിപ്പോ എന്നത്തേക്ക് സ്റ്റേബിൾ ആവുമായിരിക്കും?
എല്ലാ ഇപ്പൊ ഡ്രസ് ഇട്ടല്ലേ ഉള്ളൂ, എന്തായാലും ഒരു ദിവസം പിടിക്കും. എല്ലാരും ഡൗൺലോഡായി വരണ്ടേ. ഇപ്പൊ PL കുറച്ച് 12 ഇപ്പൊ 11, എനിക്ക് കേറിയപ്പോഴേ 11 PL. അല്ല എനിക്ക് 20 ആയിരുന്നു ഇത്ര നേരം, ഇപ്പൊ 12 വീണ്ടും കൂടി 14. ഹലോ കേക്ക അവിടെ എന്തേലും? ഇല്ല കേക്കത്തില്ല, അടുത്തിരിക്കുന്നവർക്ക് പോലും കേക്കത്തില്ല. ഇൻ ഗെയിം സൗണ്ട് ഉണ്ടോ? ഇൻ ഗെയിം സൗണ്ട് ഒക്കെ എനിക്കുണ്ട്. റെഡി വെച്ച് നോക്കട്ടെ. എല്ലാം ഉണ്ട്. സൗണ്ട് ഒക്കെ ഉണ്ട്. വേറെ സംസാരിക്കുന്നതിന്റെ ഇഷ്യൂ, വോയിസ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ അല്ലേ? സംസാരിക്കുന്നത് കേക്കത്തില്ല. അല്ല ഡിസ്കോഡിൽ ഇരുന്ന് കളിക്കാൻ പറ്റുമോ? തൽക്കാലം വേറെ നിവൃത്തിയില്ലല്ലോ. അതിൽ അവിടെ വോയിസ് ഇഷ്യൂ കാരണമല്ലേ, കുഴപ്പമുണ്ടാകത്തില്ല. എന്നാ എല്ലായിടത്തും ഡിവിസി വരാൻ പറ. ഹലോ പറയടാ. ഡിസ്കോഡിൽ ഇരുന്ന് കളിക്കാന്ന് പറയാണ്. അങ്ങനെ പറ്റുമോ? പക്ഷെ അവരോട് എന്ത് പറയും? അവരോട് അങ്ങനെ സംസാരിക്കും. സംസാരിക്കാതെ വെടി മാത്രം വെച്ചിട്ടാ മതിയോ? ഹലോ മെയിൻ്റെനൻസ് പോയി ഇപ്പൊ സെർവർ. എന്തോ സെർവർ ഇപ്പൊ മെയിൻ്റെനൻസ് വേറെ സെർവറിലോട്ട് ഹോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, ഒരു അരമണിക്കൂർ എങ്ങനെയായാലും പിടിക്കും. നമുക്ക് ഡിസ്കോഡിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഈകളെ, അത് ഏത് ഗെയിമാന്ന് എനിക്കറിയത്തില്ല. ഡിസ്കോഡിൽ തന്നെ കളിക്കുന്നത് ആണോ ഏതാന്ന് എനിക്കറിയത്തില്ല. അതായത് അല്ലടാ അതൊന്നും അല്ല. അതായത് നമ്മളെ മറ്റേ സ്ക്രിബിള് കളിക്കത്തില്ലേ, സ്ക്രിബിള് അതുപോലെ ആയിരിക്കും. ആണോ? അതായത് അവസാനം ആരാ ഉത്തരം പറഞ്ഞേ, എന്തുത്തരാ പറഞ്ഞേ എന്നൊക്കെ കാണിക്കും നമുക്ക് ലാസ്റ്റ് വീഡിയോ പോലെ. ഇപ്പൊ അപ്പാപ്പ ഒരു വേർഡ് പറയും, എന്നിട്ട് ഞാനത് വരച്ച് കാണിക്കും. എനിക്ക് റാൻഡംലി ആ വേർഡ് കിട്ടും, ഞാനത് വരക്കും. അതല്ലേ അത് തന്നെ. അത് കളിച്ചിട്ടുണ്ടെങ്കിലേ ഇല്ല ഞാൻ കുറച്ചു നേരം ഡിസ്കോ ട്രാവൽസ് നോക്കിട്ട് വരട്ടെ. എന്നാ മെയിൻ്റെനൻസിന് പോവാണ് സിറ്റി, അരമണിക്കൂർ കഴിയും. ഇതെന്തൊരവസ്ഥയാടാ നമുക്ക്. കളിക്കാന്ന് വിചാരിച്ചു വരുമ്പോ എന്തേലും ഈ ഈകളെ നല്ല കാര്യങ്ങൾക്ക് മുന്നേ എന്നും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളാണ് തടസ്സം. ഈകളെ ഇവിടെ ഞാൻ ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളു. മൈൻക്രാഫ്റ്റ് ഞാൻ ഡൗൺലോഡ് ഒന്നും ചെയ്തിട്ടില്ല.